ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ ഡെസേർട്ട് സഫാരിയിലാണ്. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. വെച്ചാൽ അവിടെ നിന്ന് പറയുന്ന പാട്ട് അതെല്ലാം ആയതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും ക്ലിയർ ഉണ്ടായിട്ട. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അത്രയ്ക്കും സ്പീഡിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് ആൾക്കാരെ ബഹളമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ നല്ലോണം അവിടുന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡെസേർട്ട് സഫാരിയിലോട്ടേക്ക് പോകുന്നത്. അതൊരു ഒന്നൊന്നര വൈബായിരുന്നു. നിങ്ങളും അവിടത്തേക്ക് പോകേണ്ടതാണ്. നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ വിസിറ്റ് ചെയ്യണം. അവിടെ പോവാത്തവരുണ്ടെങ്കിൽ മസ്റ്റായി നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിൻ്റെ സീസൺ ആണോ എനിക്ക് അറിയില്ല. നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ പോയതായിരുന്നു, പക്ഷെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. മലകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡെസേർട്ട് സഫാരിൻ്റെ ക്യാമ്പിലെത്തി. അങ്ങനെ നമ്മളെല്ലാവരും പുറത്തിറങ്ങി ഒന്ന് റിലാക്സ്. നമ്മൾ നേരെ പോയത് ഫാൽക്കണിൻ്റെ അടുത്തായിരുന്നു. അവിടെ ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി. വീഡിയോ ഇതിൽ ചേർത്തിട്ടില്ല. നമ്മളങ്ങനെ നേരെ പോയത് ക്യാമലിൻ്റെ അടുത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ക്യാമലിൻ്റെ അടുത്ത് പോയത്. നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ക്യാമൽ റൈഡ് നടത്താൻ പോവുകയാണ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് അനുഭവമായിരുന്നു ഇത്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യമായിരുന്നു ഇത്. അവിടെ പോയപ്പോൾ ഞാൻ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ക്യാമൽ റൈഡും കൂടി നടത്തി. ഞാൻ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടാണ് നമ്മൾ പോകുമ്പോൾ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ക്യാമൽ എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഭയങ്കരമായിട്ട് പേടി വരിക. ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പം വീഴും. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീണിട്ടില്ല. നമ്മളങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം നടത്തി. ഈ ഡെസേർട്ടിലെ കൂടി നടക്കുന്നത് ഭയങ്കര സിമ്പിളാണ് എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് നല്ലൊരു പാടില്ലൊരു പണിയാണ് ഈ ഡെസേർട്ടിലെ കൂടി നടക്കുക. ഈ ഡെസേർട്ട് സഫാരിക്ക് ഉപയോഗിക്കുന്ന എല്ലാ വണ്ടിയും ലാൻഡ് ക്രൂസറാണ്. കൂടുതൽ ക്യാഷ് ചിലവാക്കണ്ടെന്ന് വിചാരിച്ചാലും പക്ഷേ ഇവിടെ വന്നാൽ എന്തായിട്ട് ചിലവാകും. ഇവിടെ എല്ലാ തരം സൗകര്യങ്ങളുണ്ട്. അൺലിമിറ്റഡ് കോഫി ആൻഡ് ടീ ആണ് ഇവിടെ. മൈലാഞ്ചി വെക്കലുണ്ട്, ഓൺലി ഫോർ ലേഡീസ്. അറബിക് കോസ്റ്റ്യൂം ഫോട്ടോഷൂട്ടും കൂടിയുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്. ഇതൊക്കെ പാക്കേജിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ്. സൺസെറ്റ് ഫോട്ടോഷൂട്ടും ഇവിടെ നിന്ന് എടുത്തിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. അവർ അവിടെ നിന്ന് ബാർബിക്യൂ കുക്ക് ചെയ്യുന്നുണ്ട്. ഡാൻസിൻ്റെ പകുതി ആകുമ്പോഴാണ് അവർ അത് സർവ് ചെയ്യല്. ഡാൻസ് തുടങ്ങിയാലും തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് തന്നിരുന്നു. അതിൻ്റെ കൂടെ സ്നാക്സും കൂടിയും ഉണ്ടായിരുന്നു. അൺലിമിറ്റഡ് വാട്ടറും കൂടിയും അവിടെ ഉണ്ടായിരുന്നു. സോഫ്റ്റ് ഡ്രിങ്കും അൺലിമിറ്റഡ് തന്നെ കേട്ടോ. ഇവിടെ പലരീതം പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. അവിടെ ഫസ്റ്റ് വന്നത് ബെല്ലി ഡാൻസ്. പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ പിന്നെയും ടീയും സ്നാക്സ് എല്ലാം തന്നു. ഡാൻസ് കളിക്കുന്നവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ക്ലാപ്പ് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും അവർ നമ്മളെ അടുത്ത് വന്നിട്ട് ഡാൻസ് കളിക്കും. നിങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കാണുക. ബാക്കി വിശേഷങ്ങൾ ഞാൻ വയ്യെ പറയാം. ഡാൻസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫുഡെല്ലാം കിട്ടി. ഡാൻസ് അടിപൊളിയായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വിജയിച്ചതിനും കാറ്റും അടിപൊളിയായിരുന്നു ഫുഡ്. ഈ ഫയർ കൊണ്ടുള്ള ഡാൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. സൂപ്പർ ഡാൻസ് ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയുമായി നമ്മൾക്ക് പിന്നെയും കാണാം.